നമുക്കൊപ്പം ശ്രീ രാജഗോപാൽ കമ്മത്ത് അല്പസമയം ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, വളരെ മിനിറ്റുകൾ മാത്രം എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു സമയമാണ്. ലോകം മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ള ഒരു ദൗത്യമായി മാറുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിൻ്റെ ഒരു ചരിത്രപരമായ സവിശേഷത, ഇന്ത്യക്ക് ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതായി മാറും? ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാന് മുന്നോടിയായിട്ടുള്ള ഒരു പരിശീലന പറക്കലാണ് ഇന്ന് ശുഭാംശു ശുക്ല നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം കുറേ നാളുകളായിട്ട് ഇതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. പലതവണ യാത്ര മാറ്റിവെച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു പ്രയാണത്തിന് തുടക്കമാകുകയാണ്. 10 മിനിറ്റ് നീളുന്ന യാത്രയാണ് സ്പേസിലേക്ക്. ഒരു ഇന്ത്യക്കാരൻ നടത്തുന്ന ഏറ്റവും വിലയേറിയ യാത്രയാണ്. കുറഞ്ഞ കിലോമീറ്ററുകൾക്ക് ഏറ്റവും വിലയേറിയ യാത്ര. ഇതൊരു കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ആക്സിയം സ്പേസ് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അതിൽ മറ്റ് രാജ്യക്കാരും ഉണ്ട് ഈ മിഷനിൽ. അവിടുത്തെ ആക്സിയമിലെ ആളുമുണ്ട്, പിന്നെ മറ്റ് 2 രാജ്യങ്ങളിലെ ആളുകളുമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇത് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് ഗഗൻയാൻ മിഷന് വേണ്ടിയുള്ള ഒരു പരിശീലനമാണ്. കാരണം നമ്മുടെ ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഗഗൻയാൻ യാഥാർത്ഥ്യമാകും. അപ്പോൾ സ്പേസിലേക്ക് നമ്മുടെ ഒരാൾ പോയി പരിശീലനം നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചു എന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്പേസിലേക്ക് എത്തി അവിടെ ചിലവഴിക്കുന്ന മണിക്കൂറുകളാണ്. ഇപ്പോൾ 28 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ലോഞ്ച് കഴിഞ്ഞ് 28 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്കിംഗ് നടക്കുന്നത് സ്പേസ് സ്റ്റേഷനിൽ. ഹാർമണി മോഡ്യൂളിലായിരിക്കും മിക്കവാറും ഡോക്കിംഗ് നടത്തുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ക്രൂ ഡ്രാഗണിൻ്റെ ദൗത്യമാണ് ഏറ്റവും പ്രധാനം. കാരണം ചെറിയൊരു ക്യാപ്സ്യൂളിനുള്ളിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു യാത്ര. കാരണം അതാണ് ഗഗൻയാനിന് പ്രാധാന്യമുള്ളത്. കാരണം അത്തരമൊരു യാത്രയായിരിക്കും ഗഗൻയാനിൻ്റെ ഗഗനചാരികൾ നടത്തുക. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ബോയിങ് ജംബോ ജെറ്റിൻ്റെ വലിപ്പമുള്ള ലിവിങ് സ്പേസുള്ള സ്പേസ് സ്റ്റേഷനിൽ 14 ദിവസം തങ്ങിയിട്ട് അപ്പോൾ അവിടുത്തെ തങ്ങൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ധാരാളം പരീക്ഷണങ്ങൾ നടത്താനായിട്ടുള്ള ഉദ്ദേശമുണ്ട്. കേരളത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കേരളത്തിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു പരീക്ഷണവും കൂടി ശുഭാംശു ശുക്ല നടത്തുന്നുണ്ട്. അത് ഈ ഭക്ഷ്യ വിത്തുകളുടെ വളർച്ച, അതായത് മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെ അവർക്ക് വളർത്താൻ സാധിക്കും, എങ്ങനെ വളരുന്നു എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളും അപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ സമൂഹത്തിനും വളരെ പിന്നെ മറ്റ് ധാരാളം പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മസിൽ ഡീജനറേഷൻ, സ്പേസ് യാത്രയിൽ മസിലിൻ്റെ ആ ഒരു ശക്തി കുറയുകയും റീജനറേഷൻ, അതായത് പുനരുജ്ജീവിക്കാനുള്ള ആ ഒരു കഴിവിന് കുറവ് വരികയും ചെയ്യും. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഡിസ്പ്ലേയിൽ മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് മനുഷ്യർ പെരുമാറുക, അതുപോലെ നമ്മുടെ ടച്ച് സ്ക്രീനൊക്കെ എങ്ങനെയാണ് പെരുമാറുക, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ. പിന്നെ മൈക്രോ ആൽഗെ, കാരണം സ്പേസിൽ നമുക്ക് കലോറി കിട്ടാൻ വേണ്ടി നമുക്ക് അവിടുന്ന് തന്നെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് അവരുദ്ദേശിക്കുന്നത് മൈക്രോ ആൽഗെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജനും കിട്ടും, ഭക്ഷണവും അതിൽ നിന്ന് കിട്ടും. അത് വളരെ എളുപ്പം നടത്താവുന്ന ഒരു കാര്യമാണ്.